ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില ജാതകങ്ങൾ ഇങ്ങനെയാ. ജന്മം അനാഥമാണെങ്കിലും ജീവിതം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും. അതെ, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ അവന്തിക മാഡം ദത്തെടുക്കുമായിരുന്നോ? അതൊക്കെ ഈ അമ്മേറ്റു. നിന്റെ അച്ഛനെ ഞാൻ ഇന്ന് ഒരുക്കി ഒരു വഴിയാക്കും. നോക്കിക്കോ. അയ്യോ ഗൂഗിൾ, എന്താ? വെള്ളം ഓക്കെ അല്ലേ? ഓക്കെ. കഴിക്ക്. എന്തൊരു സന്തോഷത്തോടെയാ ഇപ്പൊ ഇവള് ഗോകുലിനെയും മോളെ നോക്കുന്നത്. ശരിക്കും ഇവള് ഗോകുലിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. ഈശ്വര, എന്നും ഈ സന്തോഷം ഇങ്ങനെ തന്നെ ഉണ്ടാവണേ. നമസ്കാരം സ്വാമിജി, ഇത് ഞാനാ ചിപ്പിമോള്. മോളായിരുന്നോ? അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? കുറവുണ്ട് സ്വാമിജി. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? അമ്മയ്ക്ക് ഞാനാ മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നത്. ആഹാ, മിടുക്കി. അവന്തിക മാഡത്തിന് ഇപ്പൊ നല്ല കുറവുണ്ടെന്ന്. ആഹാ, സമാധാനമായി. ഇനി ഡൊണേഷന്റെ കാര്യം ചോദിക്കാമല്ലോ. ഇത്തവണ നല്ലൊരു തുക തന്നെ ഡൊണേഷനായിട്ട് തരാൻ പറയണം. അതിന് ഞാനിപ്പോ അവന്തിക മാഡത്തിനോടല്ലോ സംസാരിക്കുന്നത്. പിന്നെ ആരാ? ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് ദത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. എന്തായാലും ഭാഗ്യമുള്ള കുട്ടിയത്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മോളെ പോലെ തന്നെയാ വളർത്തുന്നു. ചില ജാതകങ്ങൾ ഇങ്ങനെയാ. ജന്മം അനാഥമാണെങ്കിലും ജീവിതം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കും. അതെ, ഇല്ലെങ്കിൽ ഈ കുട്ടിയെ അവന്തിക മാഡം ദത്തെടുക്കുമായിരുന്നോ? അപ്പോ ഡൊണേഷന്റെ കാര്യം സൂചിപ്പിക്കുന്നില്ലേ? അയ്യോ, അല്ല മോളെ, ഹലോ, കട്ടായെന്ന് തോന്നി. ഇനി പിന്നെ വിളിക്കാം. ആ, ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് ദത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മോളെ പോലെ തന്നെയാ വളർത്തുന്നത്. മോളെ, മോളെ, ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇവളിത് എവിടെ പോയി? ആ കൊച്ച അവന്തിക മാഡം അന്ന് ഇവിടുന്ന് ദത്തെടുത്തോണ്ട് പോയില്ലേ, ആ മോള്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മോളെ പോലെ തന്നെയാ വളർത്തുന്നത്. ആഹാ, ഇവിടെ വന്നിരിക്കണോ? ഇങ്ങനെ ഇരുന്നാ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? അമ്മതേ മോക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ മോളെ, എന്തു പറ്റി? എന്താ
എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? മോളെ, അമ്മയെ വിഷമിപ്പിക്കല്ലേ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോകണ്ടേ? ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കണ്ടേ? വേണ്ട, ഞാൻ വരുന്നില്ല. ഏ? അതെന്താ? ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് അച്ഛനില്ലാതെ സ്കൂളിൽ പോകുന്ന ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമായിരിക്കും. എന്റെ അച്ഛൻ എവിടെ? ആരാ എന്റെ അച്ഛൻ? അമ്മ ഇതുവരെ എന്താ അച്ഛനെ കുറിച്ച് എന്നോടൊന്നും പറയാത്തത്? എനിക്ക് അച്ഛനില്ലേ? അത് മോളെ, മോക്ക് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞേ? എങ്കി പറ, എന്റെ അച്ഛന്റെ പേരെന്താ? മോളെ, അമ്മ മോളോട് എല്ലാം പറയാം. ഇപ്പൊ മോൾ ആഹാരം കഴിക്കേ, നമുക്ക് സ്കൂളിൽ പോവാം. എനിക്കൊന്നും കേക്കണ്ട. എന്റെ അച്ഛനെ ഇന്ന് ഫാദേഴ്സ് ഡേക്ക് അമ്മ സ്കൂളിൽ കൊണ്ടുവരണം. എന്റെ അച്ഛൻ എവിടെയാ? അത് കുറെ ദൂരെയാ മോളെ, അതുകൊണ്ടല്ലേ വരാൻ പറ്റാത്തത്. എത്ര ദൂരെ ആയിരുന്നാലും എന്റെ അച്ഛൻ ഇന്ന് സ്കൂളിൽ വന്നിരിക്കണം. അതിപ്പോ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മോളെ? ഇന്നലെ രാത്രി അമ്മ എന്നോട് പറഞ്ഞില്ലേ ഞാൻ അമ്മയുടെ ഭാഗ്യാണെന്ന്? എന്താ സംശയം? മോൾ അമ്മയുടെ ഭാഗ്യം തന്നെയാ. അമ്മ എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ, കുറച്ചെങ്കിലും സ്നേഹം അമ്മയ്ക്ക് എന്നോടുണ്ടെങ്കിൽ ഇന്ന് അമ്മ എന്റെ അച്ഛനെ കൊണ്ടുവരണം. അല്ലാതെ ഞാൻ ഇനി അമ്മയോട് മിണ്ടില്ല. മോളെ, വേണ്ട, എന്നെ തൊടണ്ട. അമ്മന്ന് പറയട്ടെ മോളെ. ഒന്നും പറയണ്ട. എല്ലാ കുട്ടികളും അവരെ അച്ഛനെ പറ്റി സ്നേഹത്തോടെ പറയുമ്പോ എനിക്ക് മാത്രം എന്റെ അച്ഛനെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാവരുടെ അച്ഛന്മാർ സ്കൂളിൽ വരും. എന്റെ അച്ഛൻ മാത്രം ഒരിക്കലും വന്നിട്ടില്ല. കൂട്ടുകാരെ കളിയാക്കൽ കേൾക്കാൻ എനിക്കിനി വയ്യ.